നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മറ്റ് യൂട്യൂബേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടില്ല. അത് മാത്രമല്ല മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഫാൻസിനും ഇഷ്ടപ്പെടണമെന്നില്ല. ആൻഡ് നമ്മുടെ ഈ ചാനലിൻ്റെ സസ്റ്റൈനബിലിറ്റീനെ തന്നെ ചിലപ്പോൾ ബാധിച്ചേക്കാം. പക്ഷേ ഇത് പറയാതെ വയ്യ. ഫേക്ക് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് ലൈക്ക് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം 100% വിശ്വസിക്കാൻ കൊള്ളൂലാത്ത ഒരു അഴുക്ക സാധനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂലെല്ലാം നിങ്ങൾ കണ്ടല്ലോ, എന്തെല്ലാം മാനിപ്പുലേഷനാണ്. ആ ഒരു പ്രശ്നത്തിന് വിറ്റ് കുറേ പേര് കാശാക്കി, പുതിയ 10 ചാനൽ വന്നു, ഗോസിപ്പ് ചാനൽ, അവർ പറയാത്ത കാര്യങ്ങൾ പറയാൻ വേറെ കുറേ ചാനൽ, അതിനെ റിയാക്ട് ചെയ്യാൻ വേറൊരു ചാനൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, അവരുടെ ലൈഫിൽ നടന്നൊരു സാധനം ഇട്ടു, അവർ സബ്സ്ക്രൈബേഴ്സിനെയാണ് അറിയിക്കുന്നത്. അത് വെച്ചിട്ട് ആ വീഡിയോ കാണിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട എന്ത് ആവശ്യമാണുള്ളത്? നിങ്ങളുടെ അഭിപ്രായം നമുക്കറിഞ്ഞിട്ട് ആ പ്രശ്നം സോൾവ് ആവുമോ? ആ പ്രശ്നത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമോ? ഇങ്ങനെ കുറേ പേര് റിയാക്ടേഴ്സിനെ ഞാൻ മൊത്തത്തിൽ പറയുമല്ല, റിയാക്ഷനൊക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നെഗറ്റീവിനോട് നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കും. ഈവൻ ഞാൻ നല്ല പിള്ളയാവേയല്ല കേട്ടോ, ഞാൻ തന്നെ ഇരുന്ന് മൊത്തം കണ്ട് എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, വാട്ട് ദ ഈസ് ഗോയിങ് ഓൺ വിത്ത് അസ്. ഞാൻ ഈ വീഡിയോയിൽ ടെക് യൂട്യൂബേഴ്സിനെ മാത്രം ജനറലൈസ് ചെയ്ത് പറയല്ല, ടെക്കും എല്ലാ യൂട്യൂബേഴ്സും. സോ ഈ വീഡിയോ എന്തിനാണ് ഞാൻ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും വെള്ളം തൊടാതെ അത് വിശ്വസിക്കരുത്. നിങ്ങളുടേതായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പഠിക്കണം. യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഒരു യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഷോക്കേസ്, ലൈക്ക് നിങ്ങളെ ഷോക്കേസ് ചെയ്ത് തരാം. ഒരു ട്രാവൽ ബ്ലോഗർ ചെയ്യുന്ന എന്താണ്, ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷേ നിങ്ങൾ ആ സ്ഥലത്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ഞാൻ ചെയ്യുന്ന എന്താണ്, പല പ്രോഡക്ട്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. നിങ്ങളുടെ ഡിസിഷനാണ് അത് വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരിക്കലും 100% സപ്പോർട്ട് ചെയ്യാത്തൊരു സാധനമാണ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ. മല്ലു ഫാമിലി എന്ന ചാനലാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അതേപോലെ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്നുണ്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ. ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ്റെയൊക്കെ ഉടമകളുണ്ടല്ലോ, ഇവന്മാർ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നതും ഈ ഫാമിലി വ്ളോഗേഴ്സിനെയാണ്. കാരണം എന്താണെന്നറിയാമോ, അവരുടെ ഓഡിയൻസ് വീട്ടിലിരിക്കുന്ന അമ്മമാർ, അച്ഛന്മാർ, അല്ലെങ്കിൽ ചേച്ചിമാർ, ചേട്ടന്മാർ, ഇവരെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈവൻ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് കാണുന്ന ഒരു ചാനലാണ് അർജു വരെ ബിനോമോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ലാസ്റ്റ് ടൈം ബിനോമോ ഒരു പ്രൊമോഷൻ ഓഫർ ചെയ്തത് 10.2 lakhs ആണ് ഒരൊറ്റ വീഡിയോയ്ക്ക്. ബിനോമോ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ഞാൻ പണ്ട് 2018 എന്തോ ബിനോമോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിർത്തിയ സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഈ സാധനം കൂടി വരികയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് എങ്ങനെ നല്ലൊരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാം എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് നല്ല വീഡിയോസ് ഒക്കെ ഇടുന്നവരില്ലേ, ഇപ്പോൾ ടെക് റിവ്യൂവേഴ്സ് ഫോണുകൾ ചെയ്യും, ഹെഡ്ഫോൺസ് ചെയ്യും, ഞാൻ ബെഡ് ചെയ്യും, സ്കൂട്ടർ ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഒരു പർപ്പസാണ്. ആ യൂട്യൂബർ കറക്റ്റായിട്ടൊരു സാധനത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണ്. ബട്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് മറ്റ് യൂട്യൂബേഴ്സിനെ കുറ്റം പറയാനുള്ളതല്ല. വാട്ട് ഐ എം സേയിങ് ഈസ്, നിങ്ങളൊരു പ്രൊമോഷൻ ആൻഡ് ഒരു റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റാൻഡ്, അത്രേ ഉള്ളൂ. അത് കൊള്ളാമോ, വാങ്ങണോ, വേണ്ടേ എന്നുള്ളത്. ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഗോ ടു ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണോ അത് സെല് ചെയ്യുന്നത്, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള റിവ്യൂസ് നോക്കുക. പർച്ചേസ്ഡ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ റിവ്യൂ ഇടും. ആ റിവ്യൂ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ. ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വലിയ ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല. ഒരു പ്രോഡക്റ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ ഞാനാണ് പ്രോഡക്റ്റ് എന്ന് വെച്ചോ, അമൽ ഗോപാൽ, ഫേക്ക്, സ്കാം, ട്രൂത്ത്, ഗുഡ് ഓർ ബാഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ കറക്റ്റായിട്ട് തരും. കമ്മ്യൂണിറ്റി ഫോറംസ് ഉണ്ട്, സ്ക്വാറ, റെഡിറ്റ്, ട്വിറ്റർ, ഇതേപോലുള്ള കമ്മ്യൂണിറ്റി ഫോറംസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ട്രൂത്ത് അറിയാൻ പറ്റും. ആൻഡ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കൊണ്ട് കാണിച്ചു തരാം എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ, നെസസറി ആണോ, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോ, നിങ്ങൾ ഈ റിസ്ക് എടുക്കാൻ റെഡിയാണോ? ഒബ്വിയസ്ലി എവറിത്തിങ് ഇസ് റിസ്ക്. നിങ്ങളൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് ആ സാധനം മേടിക്കണേ, അത് വർത്താണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ റിട്ടേൺ പോളിസീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഒരു സാധനം മേടിച്ചിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സും എല്ലാ പ്ലാറ്റ്ഫോംസും റീഫണ്ട് പോളിസി ഒന്നുമില്ല. റീഫണ്ട് പോളിസി ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നിന്ന് 20% എടുക്കും, 30% എടുക്കും, ബ്ലാ 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 ബ്ലാ.
ആൻഡ് ഇതിൻ്റെ ഇടയിൽ ആഡ് ഓൺ ചെയ്യണമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഒരു വെബ്സൈറ്റ് നടത്തുന്നുണ്ടെങ്കിൽ, ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് നടത്തുന്നുണ്ടെങ്കിൽ റീഫണ്ട് ആൻഡ് റിട്ടേൺ പോളിസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സാധനം കണ്ടു, ദിയാ കൃഷ്ണയുടെ വെബ്സൈറ്റിൽ റീഫണ്ട് ഇല്ല എന്നുള്ളത്, റീഫണ്ട് ആൻഡ് റിട്ടേൺ സാധനങ്ങളില്ല, വീഡിയോ എടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് 7 days റീഫണ്ട് പോളിസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും എത്ര വിശ്വാസമുള്ള ഒരു യൂട്യൂബർ പറയുന്നത് കേട്ടതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യുക. അതൊരു ഹാബിറ്റ് ആക്കുക. ഗോ റിസർച്ച് ഓൺലൈൻ. അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഐഡിയാസ് കിട്ടും. ഫേക്ക് ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, റിവ്യൂസ് വായിക്കാൻ പറ്റും. ജസ്റ്റ് മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് വാട്ട് ദ കറണ്ട് സിറ്റുവേഷൻ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ഈസ്. അല്ലാതെ നിങ്ങൾ കൊണ്ടുപോയി പൈസ സ്പെൻഡ് ചെയ്യരുത്. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്, ഈ വീഡിയോയ്ക്ക് തന്നെ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചതാണ്. ഒരു യൂട്യൂബർ പറഞ്ഞൊരു സാധനത്തിൻ്റെ വില 71,312 രൂപ. 71,312 രൂപയുടെ ഒരു സാധനം, ഒരു ലാപ്ടോപ്പ് മേടിച്ചു. അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും, എഡിറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാം, ഗെയിം കളിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചു, പണി കിട്ടി, അവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്മാർട്ട് ഫോൺ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സ്മാർട്ട് ഫോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ, സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത് പോലെ അല്ല ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, ഭയങ്കര ഇൻറ്റൻസ് ആണ്. ഈവൻ ഞാൻ പോലും അത്ര എക്സ്പെർട്ട് ആണെന്ന് ഞാൻ പറയില്ല. ബട്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് റിവ്യൂ ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടും അതിനകത്ത് ഗെയിം കളിച്ചും എഡിറ്റ് ചെയ്തും കളർ ഗ്രേഡ് ചെയ്തും റെൻഡർ ഔട്ട് ചെയ്തും ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് വേണം. ഇല്ലെങ്കിൽ പണി കിട്ടും. ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ യൂട്യൂബേഴ്സിനെയൊന്നും ബാഷ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഞാനും പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങളും കൂടി കുറച്ച് റെസ്പോൺസിബിൾ ആവുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു സാധനം ഇടുക. ആൻഡ് ഐ ഡോണ്ട് നോ, ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്, എത്രയൊക്കെ പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞാലും എൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻ ഒരു ഒറ്റ സെൻറ്റൻസ് എങ്കിലും ഞാൻ പറയും. ഒരു സെൻറ്റൻസിലെങ്കിലും എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയും. അത് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു, ഇത് ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. സ്പ്രെഡ്ഷീറ്റ് നോക്കി വായിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമേ അല്ല. ഞാൻ എപ്പോഴും എൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ, എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. റീസെൻ്റ്ലി ഒരു എക്സ്പീരിയൻസും ഉണ്ട്. ഞാൻ ഒരു ബ്രാൻഡ് എന്നെ അപ്രോച്ച് ചെയ്തു. ഇറ്റ്സ് എ പെയ്ഡ് ക്യാമ്പയിൻ. അപ്പോൾ ഞാൻ അവരുടെ ഒരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്, അവരുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ സ്പെക്ക് നോക്കി വായിക്കില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള റിസർച്ച് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിന് നമ്മുടെ ലൈഫിലുള്ള യൂസ് കേസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ എക്സ്പ്ലെയിനർ വീഡിയോ, ഓരോ പ്രോഡക്റ്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ കഷ്ടപ്പെട്ട് 2 ദിവസം എടുത്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തപ്പം അവർ റിജക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഇനി റീഷൂട്ട് ചെയ്യൂല. കാരണം അങ്ങനെ റീഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നല്ല പിള്ള ആവുകയല്ല, സ്റ്റിൽ അതൊരു പ്രൊമോഷൻ തന്നെയാണ് കേട്ടോ. എന്നാലും എൻ്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒപ്പീനിയൻ പറയാൻ പറ്റാത്തടത്ത് ദർ ഇസ് നോ പോയിന്റ്. സോ ഈ വീഡിയോ എങ്ങനെയായിരിക്കും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക്. ഓക്കെ, താങ്ക് യു.